എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുണ്ടല്ലോ, നമ്മളന്ന് പുഴുവിന് മരുന്നൊക്കെ അടിച്ച് നിർത്തിയ എൻ്റെ പുതിനയാണ്. അപ്പോൾ അടുക്കളത്തോട്ടം ചെയ്യുന്ന എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, സ്ഥലപരിമിതിയാണ്. അപ്പോൾ നമ്മുടെ ഈ പുതിനയുണ്ടല്ലോ, നമുക്ക് വീട്ടിൽ എങ്ങനെ സ്ഥലം കുറച്ച് വളർത്താമെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഞാൻ എൻ്റെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള പുതിനയാണ് ഇത്. ഇതാണ്ട് താഴോട്ട് ഇത് വളർന്നിട്ടുണ്ടല്ലോ, മണ്ണിലോട്ടൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നടാവേ ഇന്ന്. അതിനായിട്ടുണ്ടല്ലോ കുറച്ച് നല്ല പുതിന കമ്പുകൾ നമുക്ക് മുറിച്ചെടുക്കാവേ ആദ്യം. ഞാൻ വേണ്ട പുതിന കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഉണ്ടല്ലോ ഒരു 2 മുട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കണത്. കാരണം ഇത് നമ്മുടെ മണ്ണിനടിയിൽ പോകാനുള്ള വശമാണ്. ഏതാണ്ട് ഇതുപോലെ ഇലകളുടെ ഈ മുട്ടുകൾ 2 എണ്ണം വരത്തക്ക രീതിയിൽ മുറിച്ചെടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇത്രയും ഭാഗം നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടതാണ്. അപ്പം നമ്മുടെ അടുത്ത വേണ്ടത് നമ്മുടെ പാലൊക്കെ വീട്ടിൽ മേടിക്കുന്ന ഇത് പാല് മേടിച്ച കുപ്പിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കുപ്പിയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുപ്പി വെച്ചാണ് നമ്മുടെ പുതിനയില വളർത്താൻ പോകുന്നത്. ഈ കുപ്പിയിലാവുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ തൂക്കിയിടാമെങ്കിലുണ്ടല്ലോ താഴോട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് തൂക്കിയിടണേ. അന്നേരം താഴോട്ട് പുതിനയില നല്ല രസമായിരിക്കും കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് വശം കാണാൻ. അന്നേരം അപ്പോൾ ഇതിനായിട്ടുണ്ടല്ലോ നമുക്ക് ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ അതേണ്ട ഞാൻ നമ്മുടെ കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലാണ് കട്ട് ചെയ്തത് കണ്ടോ. ഈ 2 വശവും കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നിറച്ച് ഹോളുകൾ ഇട്ടിട്ടുണ്ട്, അടിയിലും ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സ് നിറയ്ക്കാവേ. ഇതിനായിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് കുമ്മായം ഇട്ട് 14 ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണാണ്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ സൂപ്പർ മീലാണ്. മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്തേക്കുന്നുണ്ടല്ലോ, ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. പിന്നെ അതേണ്ട എടുത്തേക്കുന്നുണ്ടല്ലോ, ഇതുണ്ടല്ലോ നമ്മുടെ സ്യൂഡോമോണസ് കലക്കിയ വെള്ളമാണ്. ഇതെന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഏത് ചെടി നടുമ്പോഴാണെങ്കിലുണ്ടല്ലോ സ്യൂഡോമോണസ് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമേ. കാരണം നമ്മൾ പുതിനയുടെ തണ്ട് ഇപ്പോൾ ഫ്രഷായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് വന്നതല്ലേ, അപ്പോൾ ആ തണ്ടിൽ കൂടെ അണുക്കളൊന്നും കയറി നശിച്ചു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഈ സ്യൂഡോമോണസിൻ്റെ ഈ ലൈനിൽ നമുക്ക് ആ പുതിനയുടെ തണ്ടൊന്ന് മുക്കി വെക്കാവേ. ദാണ്ട ആ പുതിനത്തണ്ടെല്ലാം നമ്മൾ സ്യൂഡോമോണസിൻ്റെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ മുക്കി വെച്ചിട്ട് നടുവാണെങ്കിലുണ്ടല്ലോ കീടബാധയൊക്കെ ഒഴിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്കിനി നമ്മുടെ കുപ്പിയിൽ പോട്ടി മിക്സ് നിറയ്ക്കാവേ. ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാവേ. വേപ്പിൻ പിണ്ണാക്ക് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. ഈ മണ്ണിൽ കൂടെ ഉള്ള അസുഖങ്ങളൊക്കെ മാറി കിട്ടുവേ. പിന്നെ ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ടുണ്ടല്ലോ കുറച്ച് മതി കേട്ടോ, കുറച്ച് സൂപ്പർ മീലും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇനി ഇതുണ്ടല്ലോ, ഇതിൽ കട്ടയും കല്ലും ഒന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ കുപ്പിക്കകത്തോണ്ട് ഈ കുപ്പിക്കകത്തോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാവേ. ഞാൻ നിറച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പം നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് നമ്മുടെ കുപ്പിയിലോട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുതിനയില ഇതിൻ്റെ അകത്തോട്ട് നട്ട് കൊടുക്കാവേ. എന്നിട്ട് ഈ നമ്മൾ ഈ ഇട്ടേക്കുന്ന ഈ ഓരോ ഹോളിൻ്റെ അകത്തൂടെ അതിൻ്റെ തണ്ടുകൾ കയറ്റി കൊടുത്താൽ മതിയേ. ഇതുണ്ടല്ലോ ഈ തണ്ടേ നിൽക്കുന്ന ഈ ഇലകളെല്ലാം നമുക്കങ്ങ് പിച്ചി മാറ്റാവേ. എന്നിട്ട് ഇത് അതിൻ്റെ ആ ഹോളിൻ്റെ അകത്തോടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാവേ നമുക്ക്. പിന്നുണ്ടല്ലോ ഇതുപോലത്തെ തണ്ടുകൾ കുത്തി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കിളിർപ്പ് വശം എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വേണം കുത്തി കൊടുക്കാൻ കേട്ടോ. തിരിച്ച് ആരും കുത്തി കൊടുക്കല്ലേ. അപ്പോൾ അതേ നിങ്ങൾ നോക്കിക്കാൻ ഞാൻ ആ പുതിനത്തണ്ടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വള്ളിയും കൂടെ കെട്ടിക്കൊടുക്കാവേ. അന്നേരം നമുക്ക് ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കയറൂടെ കെട്ടിക്കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഞാൻ അതിന് വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ടേ. ഇപ്പം ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ആ സ്യൂഡോമോണസ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് നനച്ച് കൊടുക്കാവേ. ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യാം. അത് ഇല്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വളമൊക്കെ കൊടുക്കണമെങ്കിലേ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാതെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കിനുണ്ടല്ലോ താഴോട്ട് പോകുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാം കണ്ടോ.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമുള്ളൊരു രീതിയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് പയറിൻ്റെയോ വല്ലതൊക്കെ പന്തലിടുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിലൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്തിട്ടാൽ മതി. താഴോട്ട് ഇത് വളർന്ന് വന്നോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാവേ.